ഞങ്ങളുടെ മെമ്പർ BJP നല്ല ഇതുണ്ട്. പക്ഷെ ഞാൻ LDF. എന്തായാലും ഇനി കമ്മ്യൂണിസ്റ്റുകാർ വരാൻ പോകുന്നില്ല. റാന്നി, കോന്നി, അടൂര്, തിരുവല്ല, ആറന്മുള എന്നീ 5 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് എൻ്റെ സ്വന്തം പത്തനംതിട്ട ജില്ല. അപ്പോൾ എൻ്റെ ജില്ലയിലൂടെ ഒരു ചെറിയൊരു യാത്ര. കണ്ണാടിയുടെ ചൂട് പോലെ ഇലക്ഷൻ ചൂടാണ്. എന്താണ് ഇത്തവണ വിചാരിക്കുന്നത്? നല്ല ടൈറ്റ് മത്സരമാണ്. പക്ഷേ രായട്ടനാണ് ഏകദേശം BJPയുടെ രായട്ടനാണ് മുൻതൂക്കം ഉള്ളത്. എന്ത് പറയുന്നു? ആര് ജയിക്കും? ഇവിടെ വീണ ജോർജ് ജയിക്കും. ഞാനിപ്പോൾ ഉള്ളത് കോഴഞ്ചേരി എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം നാട്ടിലാണ്. ഇവിടുത്തെ അവസ്ഥ എന്തായാലും ഇനി കമ്മ്യൂണിസ്റ്റുകാർ വരാൻ പോകുന്നില്ല. അതുപോലുള്ള ഭരണമല്ലേ മടുത്ത്. തെരഞ്ഞെടുപ്പൊക്കെ അടിപൊളിയായിട്ട് 3 പാർട്ടിക്കാരും കട്ടക്കാണ്. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് നന്നാവണം ഈ നാട്, അത്രേ ഉള്ളൂ അല്ലേ. ശബരിമലയൊക്കെ ഉൾപ്പെടുന്ന റാന്നി മണ്ഡലം. ഇവിടെ എന്താ അവസ്ഥ? ഇപ്പൊ റാന്നിയിൽ എന്താ അവസ്ഥ? റാന്നിയിലെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഭയങ്കര ടൈറ്റ് ആണോ? ടൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റ്. ആർക്കൊപ്പം ആയിരിക്കും റാന്നി അടുത്ത വർഷം? LDF-നാണ് സാധ്യത. ചേച്ചി കോന്നിക്കാരിയല്ലേ? ഇവിടെ ആര് ജയിക്കുന്ന പറയുന്ന ഇലക്ഷന്? ഞങ്ങളുടെ മെമ്പർ BJP. നല്ല ഇതുണ്ട്. പക്ഷെ ഞാൻ ഇതിലൊന്നും അല്ല, ഞാൻ LDF. ഇവിടുത്തെ കോന്നി മണ്ഡലത്തിലെ ഭാഗ്യം ആർക്കൊപ്പം ആയിരിക്കും? ഇപ്പോഴത്തെ നിലവിൽ സതീഷ് കൊച്ചുമണിക്കൽ തന്നെ. ഞാനിപ്പോൾ ഉള്ളത് അടൂർ നഗരത്തിലാണ്, അടൂർ മണ്ഡലം. എന്താണ് അടൂരിന്റെ അവസ്ഥ? എന്താ പൊതുവെ മൊത്തത്തില്? അറിയാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇവിടെ മാറി തിരിയും. മാറി വരണമല്ലോ. തിരുവല്ല മണ്ഡലത്തിലാണ്. ഇവിടെ ആര് ജയിക്കും? ഇവിടെ LDF. ഉറപ്പാണോ? മാത്യു തോമസ് ഉറപ്പാണ്. ഇവിടെ ആര് ജയിക്കും? മാത്യു തോമസ് തന്നെ ജയിക്കും. ആണോ? ഉറപ്പാണ്. ഉറപ്പ് കാര്യമാണ്. അപ്പൊ 5 മണിക്കൂർ കൊണ്ട് പത്തനംതിട്ട ജില്ലയുടെ 5 മണ്ഡലങ്ങളിലൂടെ ഒരു യാത്ര നടത്തി തിരുവല്ലയിൽ വന്ന് ഞാനിപ്പോ എന്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്.